എല്ലാം ഇടവരവേദി സമർപ്പിക്കുന്നത് ഉപാസനയ്ക്കാക്കി മാറ്റണമേ. എന്റെ ജീവിത പങ്കാളി യോഹന്നാന്റെ പനിയും മറ്റെല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. എന്റെ ഭവനത്തിലെ എല്ലാ അന്ധകാര ശക്തിയും തുടച്ചു നീക്കി പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. സ്ഥലത്തിന്റെ മേലുള്ള വൃക്ഷങ്ങളുടെ മേലുള്ള എല്ലാ ശാപവും മാറ്റി അമ്മ ദാനമായി തന്ന സ്ഥലവും വൃക്ഷങ്ങളും അനുഗ്രഹമുള്ളതാക്കി മാറ്റണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിയസദനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ കൊച്ചുമകൻ ലിയോൺ ജേക്കബിന് 8-ാം തീയതിയുള്ള ഇന്റർവ്യൂവിൽ നന്നായി പങ്കെടുക്കുവാനും പാസ്സായി നല്ലൊരു ജോലി ലഭിക്കുവാനും അമ്മ സഹായിക്കണമേ. അമ്മേ, അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി. ഇത് ഒരു ഉപകാരസ്മരണയ്ക്കായി അമ്മ മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു. വിവിയൻ ജോസ് കടവൂർ, എന്റെ ഇലക്ട്രിക് പ്ലംബിംഗിന്റെയും കടയിൽ നല്ല കച്ചവടം ലഭിക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ മാറിക്കിട്ടുന്നതിനും യേശുവിന്റെ ദാനമായ എന്റെ മക്കളുടെ പനിയും മറ്റ് അസ്വസ്ഥതകളും മാറ്റിത്തരുന്നതിനും എന്റെ ഭാര്യയുടെ കാലിലെ മുട്ടിന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരുന്നതിനും വേണ്ടി എനിക്ക് നല്ലതുപോലെ ജോലി കിട്ടുന്നതിനും മരിയസദന അമ്മയോട് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ ഒരു ഉപകാരസ്മരണയ്ക്കായി അമ്മ മാറ്റണമേ. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ആൻസി മാർക്കൂട്ടം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ അപേക്ഷകൾക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. ഇത് ഉപകാരസ്മരണയ്ക്കാക്കി മാറ്റണമേ. മാർച്ച് 3-ാം തീയതി മുതൽ +2 അവസാന പരീക്ഷ തുടങ്ങുകയാണ്. എന്നെയും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. നന്നായി പഠിക്കുവാനും ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം എഴുതുവാനും ഉന്നത മാർക്ക് വാങ്ങി വിജയിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് ഉപകാരസ്മരണയ്ക്കാക്കി മാറ്റണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കെ ജെ തോമസ് കായംകുളം, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഈ അപേക്ഷകർക്ക് IMS അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഏക ദൈവത്തിന് സമർപ്പിക്കുന്നു. നവംബർ 7-ാം തീയതി ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. IMS അമ്മയുടെ സഹായത്താൽ കുഴപ്പമൊന്നുമില്ലാതെ ആശുപത്രിയിൽ വരാൻ സാധിച്ചു. 6-ാം ദിവസം ആൻജിയോഗ്രാഫും ആൻജിയോപ്ലാസ്റ്റും നടന്നു. 3-ാം മാസം കഴിയുമ്പോൾ വീണ്ടും ആൻജിയോപ്ലാസ്റ്റും നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനായി 7-ാം തീയതി ഞാൻ കൊല്ലത്ത് ആശുപത്രിയിൽ പോവുകയാണ്. എല്ലാം വിജയിച്ചു വരാൻ എല്ലാവരും IMS അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ മകന്റെ എല്ലാവിധമായ അസുഖങ്ങളും മാറാൻ എല്ലാവരും മരിയസദൻ അമ്മയോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ഭാര്യയുടെ തലയുടെ പുറകിൽ താഴെ കട്ടിയായി കാണപ്പെടുന്നു. ആ കുഴപ്പവും മാറാൻ എല്ലാവരും IMS അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കണമേ എന്നും വിചാരിക്കുന്നു. നമുക്കിതെല്ലാം സമർപ്പിക്കാം. മക്കളെല്ലാം സമർപ്പിക്കാം. ഇതുവരെ വന്ന എല്ലാ അപേക്ഷകളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ബ്രദറിനെയും കുടുംബത്തെയും ജീവങ്ങളെയും എല്ലാവരെയും സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ മക്കളുടെ എല്ലാ അപേക്ഷകളും പരിശുദ്ധമായ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.